കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നീണ്ടു കിടക്കുന്ന ഈ ദേശീയപാതയുടെ നിർമ്മാണ ചെലവ് മുഴുവൻ വഹിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണോ? റിയാസേ, നീ കേൾക്ക്, നീ കേന്ദ്രമന്ത്രി അല്ല, അതാദ്യം മനസ്സിലാക്ക്. നീ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മന്ത്രിയല്ല, നീ ഈ കേരളത്തിന്റെ മന്ത്രിയാണ്. അപ്പൊ കേരളത്തിലെ കാര്യങ്ങൾ നോക്കിയാൽ മതി. കേന്ദ്രത്തിലെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ വേറെ ആൾക്കാരുണ്ട്. ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണ്. ഇനി നിങ്ങൾ പറയുന്നത് ഭൂമി ഞങ്ങൾ ഭൂമി വാങ്ങിക്കൊടുത്തു എന്നാണ്. ആ കഥ എന്താണ്? 5600 കോടി രൂപ നിങ്ങൾ ചെലവാക്കിക്കുന്നത് ശരി തന്നെ. 5600 കോടി രൂപ എന്തിന്? സ്ഥലം വാങ്ങാൻ, സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി വരുന്ന ചെലവ് മുഴുവനല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. 25% എല്ലാ അന്തംഗമ്മികളും ഓർക്കണം. സ്ഥലം ഏറ്റെടുക്കാനുള്ള ചെലവിന്റെ 25%, 1/4 അത് സംസ്ഥാന സർക്കാർ, അത് റിയാസിന്റെ കുടുംബ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല, പിണറായി വിജയന്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല, എന്റെയും നിങ്ങളുടെയൊക്കെ പൈസ, പക്ഷെ നേരിട്ട് പൈസ എടുത്തതല്ല. ഇത് കിഫ്ബിയിൽ നിന്ന് കടമെടുത്തതാണ്. കിഫ്ബിയിൽ നിന്ന് കടമെടുത്തതല്ല, കിഫ്ബിയിൽ നിന്ന് എടുത്തതാണ്. കിഫ്ബി ഏറ്റവും വലിയ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ കടക്കാരൻ അല്ലേ? കടമെടുത്ത് മുടിയുന്ന ഒരു പദ്ധതിയാണ് കിഫ്ബി. ഞാൻ കിഫ്ബിയെ കുറിച്ചല്ല പറയുന്നത് എന്നുള്ളത് കൊണ്ട് അതിന്റെ അപകടത്തിലേക്കല്ല ഞാൻ പറയുന്നത്. എന്തായാലും ഈ 5600 കോടി രൂപ സ്ഥലം ഏറ്റെടുക്കുന്ന ചെലവിന്റെ കാൽഭാഗം തുക നൽകിയതാരാണ്? കിഫ്ബിയാണ്. കിഫ്ബി ഫണ്ട് എന്നാണ്. എടോ റിയാസേ, ഈ കിഫ്ബി ഫണ്ടും താനുമായി എന്താണ് ബന്ധം? എന്താ ബന്ധം? ഇത് വല്ല PWD ഡിപ്പാർട്ട്മെന്റിന്റെ വകയാണോ ഈ കിഫ്ബി? ഞാൻ മനസ്സിലാക്കിയത് കിഫ്ബി എന്ന് പറയുന്നത്, കിഫ്ബിയുടെ ഒരു അധിപൻ എന്ന് പറയുന്നത് അല്ലേ, അതിന്റെ ഏറ്റവും വലിയ മേധാവി നമ്മുടെ മുഖ്യമന്ത്രിയാണ്. പിണറായി വിജയനാണ് കിഫ്ബിയുടെ നേതൃസ്ഥാനത്തുള്ളത്, അതല്ലാതെ മരോനല്ല. ഇനി മരോൻ അങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ടോ നമുക്കറിയില്ല.